ആരൊക്കെയാണ് ഈ സമരത്തിൽ വന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ച ഒരു ഏകദേശ ആലോചന നമ്മളിവിടെ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ സമരത്തിൽ എപ്പോഴും ആദ്യഘട്ടം തൊട്ട് തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് പ്രകാശ് രാജ്. അദ്ദേഹം സമരവേദിയിൽ തന്നെ വന്ന് അവിടെ കിടക്കുകയും അവിടെ പല ദിവസങ്ങൾ അവിടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഷബനാസ്മി. അതുപോലെ ഹിന്ദി സിനിമയിലെ പുതിയ ചില യുവതാരങ്ങളെന്ന് അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ഹുമാ ഖുറേഷി, അതുപോലെ സ്വര ഭാസ്കർ, ഇർഷാൻ ഖത്തർ, അനന്യ പാണ്ഡെ, സാറ അലി ഖാൻ, ഇങ്ങനെ നിരവധി ആളുകൾ അവരെല്ലാം തന്നെ ഈ സമരത്തോട് ചേർന്ന് നിൽക്കുന്നു. മലയാള സിനിമയിൽ നിന്ന് പലരും സമരത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രത്യക്ഷമായ രീതിയിൽ തന്നെ രഞ്ജിനി ഹരിദാസിനെ പോലെ ഒരു TV സെലിബ്രിറ്റി അവിടെ പോയി സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റുള്ള ആളുകളൊക്കെ തന്നെ കേരളത്തിൽ പലരും, ചിലർ സോഷ്യൽ മീഡിയയിലൂടെ, അതുപോലെ തന്നെ ചിലർ പ്രത്യക്ഷമായ പ്രകടനങ്ങളിലും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പേര് മമ്മൂട്ടിയുടെ തന്നെയാണ്. പ്രിയമുള്ളവരെ, സിനിമാളിൻ്റെ ഈ എപ്പിസോഡിൽ ദില്ലി ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിൽ, യുവജനങ്ങൾ സമരത്തിൽ ഇന്ത്യൻ സിനിമയിലെ താരങ്ങൾ, പ്രത്യേകിച്ചും താരങ്ങൾ, മറ്റ് സംവിധായകരടക്കമുള്ളവർ സ്വീകരിച്ച അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനത്തെക്കുറിച്ചുള്ള ചില ആലോചനകളാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ തന്നെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് നേരത്തെ നടന്നിട്ടുള്ള പല സമരങ്ങളുടെയും സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി യുവജനങ്ങളും വിദ്യാർത്ഥികളും, അല്ലെങ്കിൽ മുൻപ് ഒരിക്കലും ജീവിതത്തിൽ സമരത്തിൽ പങ്കെടുക്കാത്തവർ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ CJP ആഹ്വാനം ചെയ്ത സമരത്തിൽ അണിചേർന്നുകൊണ്ട് ദില്ലിയെ അക്ഷരാർത്ഥത്തിൽ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് നഗരങ്ങളിലും, ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിലും, അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തുനിന്നും ഇതിന് വലിയ രീതിയിലുള്ള പിന്തുണകൾ ലഭിക്കുന്നുണ്ട്. സർക്കാർ ഏത് രീതിയിലുള്ള സമീപനമാണ് എടുക്കാൻ പോകുന്നത്, സമരം ഏത് രീതിയിൽ മുന്നേറുമെന്നുള്ളതൊക്കെ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ലഡാക്കിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിട്ടുള്ള സോനം വാങ്ചുക് നിരാഹാരം ആരംഭിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അവിടെ ഉണ്ടായി. അത് സോനം വാങ്ചുക്കിൻ്റെ ജീവിതത്തെ ബേസ് ചെയ്തുകൊണ്ടല്ല തൻ്റെ പ്രസിദ്ധമായ 3 Idiot എന്ന സിനിമ എടുത്തിട്ടുള്ളത് എന്ന് അമീർ ഖാൻ്റെ ഒരു പ്രസ്താവനയാണ്. ലണ്ടനിൽ വെച്ചാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സോനം വാങ്ചുക് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു ഹീറോ ആയി, റിബലുകളുടെ ഒരു ഹീറോ ആയി അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ആ രീതിയിൽ മാറിക്കഴിഞ്ഞൊരു സാഹചര്യത്തിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള പ്രസ്താവന അമീർ ഖാൻ നടത്തിയത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതിന് സാങ്കേതികമായ മറ്റു കാര്യമല്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് വന്നൊരു സിനിമയാണ് 3 Idiot. ആ സിനിമയിലെ പല രീതിയിലുള്ള സിനിമകളിൽ നമ്മൾ സാധാരണ കാണുന്ന പല കാര്യങ്ങളുമാണ് അതിലുള്ളത്. ഞാനതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല. ലഡാക്കിൽ നിന്നുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ, ഒരു ശാസ്ത്രജ്ഞൻ പോലെയുള്ള ഒരു ക്യാരക്ടർ അതിലുണ്ട്. അയാൾ ആയിട്ടാണ് അമീർ ഖാൻ അഭിനയിക്കുന്നത്. അപ്പോൾ അതെന്തുമാകട്ടെ, അപ്പോൾ ഇത് എല്ലാവരുടെയും ശ്രദ്ധ, ഈ കാര്യം നമ്മൾ ഇനിയും ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇതുവരെയും പറയാത്ത ഒരു കാര്യം ഈ ഘട്ടത്തിൽ സോനം വാങ്ചുക് ആരാണ് എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തിൽ അമീർ ഖാന് പറയേണ്ടി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ത്യൻ സിനിമ ഇന്ന് പ്രോപ്പഗാൻഡ സിനിമയുടെ പിടിയിലാണ്. ബോളിവുഡിൽ നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും സജീവമായി നിന്നിരുന്നൊരു ഘടകം ആഹ്ലാദം അതിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. വളരെ വയലൻസും അതുപോലെ തന്നെ നെഗറ്റീവ് വൈബും രാജ്യസ്നേഹം, രാജ്യദ്രോഹം തുടങ്ങിയ കാര്യങ്ങളുടെ കുത്തിനിറക്കലുകളുമാണ് അതിലുള്ളത്. ദുരന്തർ പോലുള്ള സിനിമകളാണ് ഇന്ന് ഹിറ്റാവുന്നത്. ഇവിടെ ഈ സമരം നീറ്റിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഹൃദയം നുറുങ്ങിപ്പോയ, ഇന്ത്യയിലെ യുവജനങ്ങളുടെ ഹൃദയം നുറുങ്ങിപ്പോയ ഒരു കാലഘട്ടത്തിലാണ് അവർ സമരത്തിലേക്ക് എടുത്തെറിയപ്പെട്ടത്. നിരവധി ന്യൂസ് ചാനലുകളും പുതിയ യൂട്യൂബ് ചാനലുകളും എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി രംഗപ്രവേശിച്ചിട്ടുണ്ട്. അതിലൊരു കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഒരു റീൽസിൽ നമ്മൾ കാണുകയുണ്ടായി, ഒരു കുട്ടി പറയുന്നുണ്ട്, ഇവർ ഈ സമരത്തെ അടിച്ചമർത്തി നാളെ ദുരന്തർ 3 ഞങ്ങളുടെ കഥ വെച്ചെടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലെ മാറ്റങ്ങളും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ യുവജനങ്ങളെയും
മനുഷ്യരെയും ബാധിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് അതിൽ എടുക്കാവുന്നതാണ്. നമ്മുടെ സിനിമാ രംഗത്ത് നിന്ന് വളരെ വലിയ ഒരു സിനിമാ ഇൻഡസ്ട്രിയാണ് നമുക്കുള്ളത്. നിരവധി താരങ്ങൾ, അതുപോലെ തന്നെ അഭിനയിക്കുന്നവരും ഇപ്പോൾ അഭിനയം നിർത്തിയവരും വളരെ സജീവമായവരും ഒക്കെ തന്നെ കോടിക്കണക്കിന് ഉള്ള ഒരു ഷോ ബിസിനസ്സാണ്, കോടിക്കണക്കിന് രൂപ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് പലരും സമീപനങ്ങൾ എടുക്കാറുള്ളത്. അത്തരത്തിൽ സൂക്ഷിച്ചെടുക്കുന്നവരും എന്നാൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് മറ്റൊന്നും ആലോചിക്കാതെ സമരത്തിലേക്ക് ചാടിയിറങ്ങുന്നവരുമുണ്ട്. ഇവരെല്ലാം ഞാൻ വേർതിരിക്കുന്നതിനോ ഇവരുടെ സ്വഭാവം പരിശോധിക്കുന്നതിനോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ് ഈ സമരത്തിൽ വന്നത് എന്ന കാര്യത്തെ സംബന്ധിച്ച ഒരു ഏകദേശ ആലോചന നമ്മളിവിടെ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ സമരത്തിൽ എപ്പോഴും ആദ്യഘട്ടം തൊട്ട് തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് പ്രകാശ് രാജ്. പ്രകാശ് രാജ് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, അതുപോലെ തന്നെ ഹിന്ദി സിനിമകളിലൊക്കെ നിരന്തരമായി വരുന്ന ഒരു നടനാണ്, വളരെ പ്രസിദ്ധനായ നടനാണ്. അദ്ദേഹം വില്ലൻ ക്യാരക്ടറാണ് പലപ്പോഴും ചെയ്യാറുള്ളതെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമരവേദിയിൽ തന്നെ വന്ന് അവിടെ കിടക്കുകയും അവിടെ പല ദിവസങ്ങൾ അവിടെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ശബനാസ്മി നമുക്കറിയാം, രാജ്യസഭാ അംഗമായിരുന്നു. അതുപോലെ തന്നെ പല സമരങ്ങളിലും അവർ നേരിട്ടുള്ളതാണ്. ഞാനും അവരോടൊപ്പം പല പ്രകടനങ്ങളിലൊക്കെ തന്നെ ദില്ലിയിൽ സിരി ഫോർട്ടിൽ 93 പങ്കെടുത്തത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അവർ മലപ്പുറത്ത് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് രശ്മി ഫിലിം സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം തന്നെ നമുക്ക് വലിയ ആവേശമുണ്ടാക്കുന്ന സാന്നിധ്യമാണ്. അതുപോലെ ഹിന്ദി സിനിമയിലെ പുതിയ ചില യുവതാരങ്ങളെന്ന് അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ഹുമാ ഖുറേഷി, അതുപോലെ സ്വര ഭാസ്കർ, ഇവരെല്ലാം അവിടെ വരികയുണ്ടായി. സൽമാൻ ഖാനെ പോലെ ഒരു സൂപ്പർ താരം, വളരെ സീനിയറായ സൂപ്പർ താരം അലിയ ഭട്ട്, സോനു സൂദ്, ദിൽജിത്ത് ദൊസാഞ്ച്, അതുപോലെ തന്നെ സഖീബ് സലീം, കുനാൽ കമ്ര, ഐഷ ഖാൻ, സോനാക്ഷി സിൻഹ, സോനു സൂദ്, ദിൽജിത്ത് ദൊസാഞ്ച്, വീർദാസ്, ദിയ മിർസ, സോഹ അലി ഖാൻ, ഋതീഷ്, ജെനിലിയ ദേശ്മുഖ്, അതിഥി റാവു ഹൈദരി, ഭൂമി പെഡ്നേക്കർ, കരീന കപൂർ ഖാൻ, വരുൺ ധവാൻ, ഇർഷാൻ ഖത്തർ, അനന്യ പാണ്ഡെ, സാറ അലി ഖാൻ, ഇങ്ങനെ നിരവധി ആളുകൾ. ഞാൻ ചില പേരുകൾ വിട്ടുപോയിട്ടുണ്ടാകും. നമ്മൾ പലരും ഹിന്ദി സിനിമയിൽ ചിലരെയൊക്കെ നമുക്ക് പരിചയമില്ലാത്തവരാണ്. എങ്കിലും അവരെല്ലാം തന്നെ ഈ സമരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പല രീതിയിലുള്ള സപ്പോർട്ട് സിനിമയ്ക്ക് ഈ സമരത്തിന് കൊടുത്തു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനിയും പലരും ചിലപ്പോൾ ഇതിൻ്റെ ഒരു ട്രെൻഡിൽ വരുമായിരിക്കാം, ചിലരൊക്കെ മാറി നിൽക്കുമായിരിക്കാം. മലയാള സിനിമയിൽ നിന്ന് പലരും സമരത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രത്യക്ഷമായ രീതിയിൽ തന്നെ രഞ്ജിനി ഹരിദാസിനെ പോലെ ഒരു TV സെലിബ്രിറ്റി അവിടെ പോയി സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റുള്ള ആളുകളൊക്കെ തന്നെ കേരളത്തിൽ പലരും, ചിലർ സോഷ്യൽ മീഡിയയിലൂടെ, അതുപോലെ തന്നെ ചിലർ പ്രത്യക്ഷമായ പ്രകടനങ്ങളിലും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പേര് മമ്മൂട്ടിയുടെ തന്നെയാണ്. മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ സമരത്തോടുള്ള അനുഭാവം, അല്ലെങ്കിൽ സമരത്തിൽ യുവാക്കൾ പ്രകടിപ്പിക്കുന്ന വികാരത്തെ ഭരണകൂടം കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള വളരെ പക്വമായ, അതേസമയത്ത് വളരെ കാലോചിതമായ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പിന്തുണ നടത്തിയിട്ടുണ്ട്. അതുപോലെ ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, വിസ്മയ മോഹൻലാൽ, പാർവതി തിരുവോത്ത്, ജോജു ജോർജ്, ആഷിഖ് കപൂർ, മനു അശോകൻ, ശാന്തി ബാലചന്ദ്രൻ, മഹേഷ് നാരായണൻ, ഗൗരി ജി കൃഷ്ണൻ, രഞ്ജിനി ഹരിദാസ് നേരത്തെ പറഞ്ഞു, പ്രിയ വാര്യർ, പ്രിയ വാര്യർ അവിടെ പോയിട്ടുണ്ടായി, നോള ഫ്രാൻസി, ഇവരെല്ലാം തന്നെ മലയാള സിനിമയിൽ നിന്ന് പല ഘട്ടത്തിൽ, ചില ആളുകളുടെ പേര് ഞാൻ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും, ഇവരെല്ലാം പങ്കെടുത്തു. ഇതിൽ ഏറ്റവും വലിയ ഇത്തരത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നവർക്ക് നേരെ വലിയ സൈബർ അറ്റാക്കും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള അറ്റാക്കുകളും നടക്കുന്നുണ്ട്. ചിലരൊക്കെ ചിലപ്പോൾ ഇൻഡസ്ട്രിയിൽ നാളെ ഏത് രീതിയിലായിരിക്കും അവരുടെ ഭാവി എന്നത് പോലും ചിലപ്പോൾ സംശയാകുലമാണ്. ഇതിൽ ഏറ്റവും രൂക്ഷമായ ആക്രമണം നേരിട്ടത് 2 പേരാണ് ഞാൻ നോക്കുന്ന സമയത്ത്. ഒന്ന് ടൊവിനോ തോമസും പിന്നൊന്ന് വിസ്മയ മോഹൻലാലുമാണ്. ടൊവിനോ തോമസ് കുറച്ചുകൂടി സീനിയറായിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും വളരെ വലിയ ഹിറ്റായിട്ടുണ്ട്. തുടർന്നും അദ്ദേഹം കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ അവിടെ പ്രകടനങ്ങൾ നടക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞതിന് ടൊവിനോ തോമസിനെ പോലത്തെ മലയാളികളുടെ പ്രിയങ്കരനായൊരു നടൻ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രകടനം ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ വിസ്മയ മോഹൻലാൽ നമ്മുടെ സൂപ്പർ താരമായിട്ടുള്ള മോഹൻലാലിൻ്റെ മകൾ വിസ്മയ, അവരുടെ സിനിമ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. തുടക്കം എന്ന സിനിമയുടെ ട്രെയിലർ മാത്രമാണ് വന്നിട്ടുള്ളത്. ഉടൻ റിലീസാകാൻ പോവുകയാണ്. ആ സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ വളരെ
കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം, ജനാധിപത്യം, ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം, ജനങ്ങളാണ് പ്രധാനം എന്ന രീതിയിലുള്ളൊരു അഭിപ്രായ പ്രകടനം വളരെ വ്യക്തമായി നടത്തിയ ഉടനെ അവർക്ക് നേരെ വമ്പിച്ച ഒരു സൈബർ അറ്റാക്കാണ് നടന്നിട്ടുള്ളത്. ആ സൈബർ അറ്റാക്കിനെ എല്ലാം തന്നെ സാധൂകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യത്വരഹിതമായ ഒരു സമീപനത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് മലയാള സിനിമയിൽ നിന്നുള്ള ഒരാൾ തന്നെ എടുത്തിരിക്കുന്നു. അതാണ് മേജർ രവി. മേജർ രവി പറയുന്നത് ഈ കുട്ടിക്ക് രാഷ്ട്രീയം അറിയില്ല, എന്തെങ്കിലും ഒക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ വളരെ ആഭാസകരമായ രീതിയിലുള്ള ഒരഭിപ്രായം ഈ പ്രായപൂർത്തിയായ, അതുപോലെ തന്നെ തൻ്റെ ഒരു കലാവിഷ്കാരത്തിലേക്ക് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി, അത് സൂപ്പർ താരത്തിൻ്റെ മകളാണെന്നുള്ളത് ഒരു ഭാഗത്ത് നിലനിൽക്കെ തന്നെ അതിലും പ്രധാനപ്പെട്ടൊരു ഘടകം, അവരുടെ സിനിമ പോലും ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവർ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുക. അത് അതിൻ്റെ മാർക്കറ്റിൻ്റെ ഭാഗമാണെന്നൊക്കെ ചിലർ ആരോപിക്കുന്നുണ്ട്. നമ്മളതൊന്നും കണക്കിലെടുക്കേണ്ടതില്ല. അപ്പോൾ വിസ്മയ മോഹൻലാലിൻ്റെ പോലെ, ടൊവിനോ തോമസിനെ പോലെ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രകാശ് രാജും അടക്കമുള്ള സ്വരാ ഭാസ്കറും ശബനാസ്മിയും അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരെ ആക്രമിക്കുന്ന ശക്തികൾ, ജനാധിപത്യ വിരുദ്ധ ശക്തികൾ, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ മറ്റ് എന്തൊക്കെയോ സൗജന്യങ്ങൾ പറ്റുന്നവർ അവരെ തുറന്നു കാട്ടുകയും അത് ഇന്ത്യയുടെ ഈ സമരത്തിന്, ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ഈ സമരത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരാശയമായി നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. തമിഴ് സിനിമയിൽ നിന്ന് നമുക്കറിയാം, കമലഹാസൻ അദ്ദേഹം പ്രതിപക്ഷ നിരയുടെ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അദ്ദേഹം രാജ്യസഭാ MP ആണ്. അതുകൊണ്ട് തന്നെ കമലഹാസൻ വ്യക്തമായ അഭിപ്രായം സമരത്തോടൊപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ സൂര്യ ജ്യോതിക ദമ്പതികൾ, അതുപോലെ സിദ്ധാർത്ഥ്, അതുപോലെ ഇന്ന് നീലം കൾച്ചറൽ സെൻറ്റർ അവിടെ ചെന്നൈയിൽ നടത്തിയിട്ടുള്ള സമരത്തിൽ പാരഞ്ജിത്ത്, മാരി ശെൽവരാജ്, വെട്രിമാരൻ, അമീർ സുൽത്താൻ അവരെല്ലാം തന്നെ പങ്കെടുക്കുകയുണ്ടായി. അത് വളരെ പ്രധാനമാണ്. ലീന മണിമേഖല എല്ലാ ഇതിൽ പങ്കെടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ അറിവ് വേടൻ പോലുള്ള സംഗീതത്തിൽ ഭാഗത്ത്, സിനിമാ സംഗീതത്തിലുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വിജയ് ദേവരക്കൊണ്ടയും സാമന്തയും പോലുള്ള തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന സമയത്ത് ഒരു പ്രകടമായ ഒരു അസാന്നിധ്യം ഈ രംഗത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ ഒരു പ്രകടമായ ഒരു അസാന്നിധ്യത്തെ കൂടി സൂചിപ്പിച്ചുകൊണ്ട്, മറ്റു പലരും വന്നിട്ടില്ല, ഇവിടെ പേര് പറയാത്ത പലരും വന്നിട്ടില്ല, നാളെ വരുമായിരിക്കും, വരില്ലായിരിക്കും, അത് മറ്റൊരു കാര്യം. പക്ഷേ ഒരു പ്രകടമായ ഒരു അസാന്നിധ്യം, അല്ലെങ്കിൽ പ്രകടമായ ഒരാൾ, ഇതിൽ വരാത്ത ഒരാൾ നമ്മളുടെ സൂപ്പർ സ്റ്റാറും തമിഴ്നാട് മുതലമൈച്ചർ അല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ജോസഫ് വിജയ് എന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജനനായകൻ ഇന്ന് റിലീസായിട്ടുണ്ട്. പല സെൻസർഷിപ്പ് പ്രശ്നങ്ങൾക്കും ശേഷം ഇന്ന് റിലീസായിട്ടുണ്ട്, നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ചെറിയ സീറ്റുകളുടെ കുറവുള്ളത് മറ്റ് പല കക്ഷികൾ, കോൺഗ്രസ് അടക്കമുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടക്കമുള്ള, വിടുതலை ചിறுத்தைകൾ കക്ഷി അടക്കമുള്ള കക്ഷികൾ പിന്തുണ കൊടുത്തുകൊണ്ട് അദ്ദേഹം അധികാരത്തിലെത്തിയിരിക്കുകയാണ്. വലിയ മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ദ്രാവിഡ കക്ഷികളുടെ ആധിപത്യത്തിൽ നിന്ന് തമിഴ്നാട്ടിനെ മാറ്റിയെടുക്കുമെന്ന രീതിയിലുള്ള ഇതുമായിട്ട് വന്നിട്ടുള്ള ഈ സിനിമാ ഹീറോ ഇത്രയും ദിവസമായിട്ട് എന്താണൊന്നും സംസാരിക്കാത്തത്? എന്നാൽ അദ്ദേഹം സംസാരിക്കാത്ത കാര്യങ്ങൾ തന്നെ സംസാരിച്ചു എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ അവിടെ സമരത്തിന് അദ്ദേഹം പിന്തുണ കൊടുത്തു എന്നുള്ള രീതിയിലുള്ള ഫേക്ക് വീഡിയോകൾ, അല്ലെങ്കിൽ ഫേക്കായ ചില കാര്യങ്ങൾ ഇതിനകം വന്നിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ തന്നെ നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയ് മൗനം വെടിയണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരും അല്ലാത്ത സിനിമയെ സ്നേഹിക്കുന്നവരും ഇന്ത്യയെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള കലാസ്നേഹികൾക്കും ജനാധിപത്യവാദികൾക്കും അദ്ദേഹത്തോട് അപേക്ഷിക്കാനുള്ളത്. ഈ സമരം വിജയിക്കട്ടെ, ഇന്ത്യയിലെ ജനാധിപത്യവും യുവാക്കളുടെ ഭാവിയും ഒക്കെ തന്നെ ശോഭനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.